ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വഴക്കുകളും തർക്കങ്ങളും പരാതികളും പ്രതികാരവും പകരം വീട്ടലുകളും എല്ലാമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരിലും ഈ തരത്തിലുള്ള ചിന്തകൾ, പ്രതികാര ചിന്തകൾ, ആ തരത്തിലുള്ള തിന്മകൾ നിറഞ്ഞ ഒരു യുഗമാണ് മുമ്പന്നത്തേക്കാളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നത് പോലെയല്ല സംഭവിക്കുക. വാദിക്കും പ്രതിക്കും ഒരുപോലെ സ്വീകാര്യമായ വിധത്തിൽ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കുക നമുക്ക് സാധ്യമല്ല. ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനായി ഇരുന്ന് കഴിയുമ്പോൾ മിക്കവാറും ചർച്ചകൾ അലസിപ്പിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം രണ്ടു കൂട്ടരും പിടിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ ആർക്കും തയ്യാറില്ല. ആരെങ്കിലും ഒരാൾ സഹിക്കേണ്ടതായി വരും ഒരു ഒത്തുതീർപ്പ് സംഭവിക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ, ഒരു തർക്കം വന്നു കഴിയുമ്പോൾ, ദൈവം ഇതിൽ നിന്നും എന്ത് ആഗ്രഹിക്കുന്നു എന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം. ഇത് എങ്ങനെ പരിഹരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു? നമ്മൾ ഓരോരുത്തരും നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ മുമ്പിലും ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യുവാനുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്തോ ആഗ്രഹിക്കുന്നു. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് നമ്മുടെ തീരുമാനത്തെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഒത്തിരിയേറെ അനുഗ്രഹം നമുക്ക് തരും. ഏത് പ്രശ്നത്തിന് മുമ്പിലും ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരു സമയം നമ്മൾ വിട്ടുകൊടുക്കണം. കർത്താവ് ഇടപെടുന്നു, കർത്താവ് എൻ്റെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് ഏത് തരത്തിലാണ് ഇതിൻ്റെ പരിഹാരം എന്നിലേക്ക് തരിക. നമ്മളെ ആരെയും ഒരു ദുരിതത്തിൽ കൊണ്ടുചെന്നെത്തിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്ന് നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് ആലോചിക്കുമ്പോൾ അതിനെല്ലാം പരിഹാരം നമുക്ക് കിട്ടും. ദൈവഹിതപ്രകാരം പരിഹരിക്കുമ്പോഴാണ് അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് എളുപ്പമായി വരിക. മുറിവുകളില്ലാതെയും പരാതികളില്ലാതെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ തിരുമനസ്സായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമായി തീരും. നമ്മുടെ ഈ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നവും പരിഹരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു വചനഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ അബ്രാഹവും ലോത്തും തങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഒരു വലിയ പ്രശ്നം എത്ര മനോഹരമായിട്ടാണ് പരിഹരിക്കുന്നത് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം നമ്മോട് പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ: അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെയുണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അബ്രാം വലിയ സമ്പന്നനായിരുന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ദൈവാനുഗ്രഹമുള്ള അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുക അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും അടിമകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ദൈവമാണ് അതിനെ വർദ്ധിപ്പിച്ച് നമുക്ക് തരുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളോടും കൂടി ധാരാളം സമ്പത്തും ദൈവം അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ കർത്താവിന് കൊടുക്കാനുള്ളത്
കർത്താവ് നിശ്ചയമായും അവർക്ക് കൊടുത്തിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തോടുള്ള കടമകൾ നിറവേറ്റേണ്ടത് എങ്ങനെയെന്ന് ഈ വചനം നമ്മോട് പറയുന്നു. വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം ദൈവം അബ്രാഹത്തിന് സമ്പത്ത് കൊടുത്തത് അബ്രാഹം ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് അതിനനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടത്തിനും വിരുദ്ധമായിട്ട് അവൻ നിന്നില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനവും പറയുന്നു, നിൻ്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കുവാൻ വൈകരുത്. നിൻ്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കുവാൻ വൈകരുത്. അതായത് നിൻ്റെ എല്ലാ ഫലങ്ങളുടെയും ഒരു വീതം കർത്താവിന് കൊടുക്കുവാൻ നീ താമസിക്കരുത്. പൂർവ്വപിതാക്കന്മാരെല്ലാം ഈ കാര്യത്തിൽ നമുക്ക് വലിയ മാതൃകയായിരുന്നു. സമ്പത്ത് കൂട്ടിവെച്ച ചെറുപ്പക്കാരനോട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. കാരണം ദൈവത്തിന് അവനെ സംബന്ധിച്ചുള്ള ഒരു തിരുമനസ് അതായിരുന്നു. അവൻ ആ സമ്പത്തെല്ലാം കൂട്ടി വയ്ക്കേണ്ടവനായിരുന്നില്ല. അവൻ ആ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ അവന് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക. അവനെ സംബന്ധിച്ച ദൈവതിരുമനസ് അതായിരുന്നു. പക്ഷേ ആ ദൈവതിരുമനസ് അവൻ നിരസിച്ചു കളഞ്ഞു. നമുക്ക് വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരാം. 13-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം, അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക അവർക്ക് വയ്യാതെയായി. അത്രത്തോളം വലിയ സമ്പത്ത് നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. കാരണം അവർ ദൈവത്തെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ സമ്പത്തും ഒത്തിരിയേറെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും വേലക്കാർ തമ്മിൽ വയലിൽ വെച്ച് പലപ്പോഴും ശണ്ടകളുണ്ടായിരുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ജീവിതത്തിൽ ഈ കലഹങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള കലഹത്തിലേക്കും ശത്രുതയിലേക്കും ഇത് നയിക്കാൻ ഇടയാകും എന്ന് അബ്രാഹം മനസ്സിലാക്കി. അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ജോലിക്കാർ തമ്മിൽ വേലക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും യജമാനന്മാരുടെ അടുത്തെത്തുകയും യജമാനന്മാർക്കും തമ്മിലൊരു ശത്രുതയുണ്ടാകാനും അതൊരു വഴക്കുണ്ടാകാനും അങ്ങനെ ആ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരാനും ഇടയാകാൻ സാധ്യതയുണ്ട് എന്ന് അബ്രാഹം മനസ്സിലാക്കി. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരുടെ ഇടയിൽ കലഹവും ശത്രുതയും വെറുപ്പും ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് അബ്രാഹം മനസ്സിലാക്കി. വളരെ പെട്ടെന്ന് അതിനൊരു പരിഹാരമുണ്ടാകണമെന്ന് അബ്രാഹം ആഗ്രഹിച്ചു. അതൊരു തിന്മയിലേക്ക് നീങ്ങരുത്, അതാണ് അബ്രാഹത്തിൻ്റെ ആഗ്രഹം. അത് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയിലേക്കും അവരുടെ ജീവിതത്തിലെ ദൈവകൃപ നഷ്ടമാകാനും ഇടയാകുമെന്ന് അബ്രാഹം മനസ്സിലാക്കി. അപ്പം വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു വിപത്ത്, രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വലിയൊരു ശണ്ട, ഈ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ജോലിക്കാർ തമ്മിലുള്ള വഴക്ക്, അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അബ്രാഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുൻകൂട്ടി അറിയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നത് ഈശോ പഠിപ്പിക്കുകയാണ്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട്. അപ്പം നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിപത്ത് വരാനിരിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടം വരാനിരിക്കുന്നു, നിൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള നിൻ്റെ ബന്ധം വഷളാകാനിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാകാനിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാനിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മോട് മുൻകൂട്ടി പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ച് അബ്രാഹത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചപ്പോൾ അബ്രാഹം വളരെ വേഗം ഒരു തീരുമാനമെടുത്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും
നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ച്, നമ്മുടെ ബന്ധങ്ങൾ വഷളാകുന്നതിനെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ തകർച്ചകളെക്കുറിച്ചായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് മുൻകൂട്ടി നമ്മോട് പറയും. അവിടെ എന്ത് ചെയ്യണം? എന്തെങ്കിലും പരിഹാരം അവിടെ ചെയ്യണം. എന്തൊക്കെയോ അവിടെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ വേഗം പരിഹരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അബ്രാഹത്തിന് വളരെ വേഗം മനസ്സിലായി, നമ്മുടെ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ വഴക്കുകളുണ്ടാകുന്നു, ശണ്ടകളുണ്ടാകുന്നു, അതുകൊണ്ട് അത് പരിഹരിക്കണം എന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. എത്രയോ വലിയ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാടാണ് അബ്രാഹത്തിനെടുത്തത്. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. ഇങ്ങനെ കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അബ്രാഹാം ആ പ്രശ്നം തുടക്കത്തിലേ പരിഹരിക്കാൻ പോകും. കാരണം നമ്മൾ സഹോദരന്മാരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേര് അബ്രാഹാം ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്നുണ്ട്? ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിൽ ശണ്ടയുണ്ടാകരുത്, ഞാനും എൻ്റെ മാതാപിതാക്കളും തമ്മിൽ വഴക്കുണ്ടാകരുത്, ഞാനും എൻ്റെ അയൽപക്കംകാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകരുത്, ഞാനും എൻ്റെ അയൽവാസിയുമായി അതിർത്തി തർക്കം ഉണ്ടാകരുത്. കാരണം നമ്മൾ ഒരേ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഈ ഒരു ചിന്ത നമ്മളിൽ എത്ര പേരിൽ നിലനിൽക്കുന്നുണ്ട്? നമ്മളൊക്കെ വിശ്വാസികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ തമ്മിൽ സഹോദരങ്ങളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഒരേ പിതാവിൻ്റെ മക്കളായ നമ്മളുടെ ജീവിതത്തിൽ ശണ്ടയുണ്ടാവരുത്, അതിർത്തി തർക്കങ്ങളുണ്ടാകരുത്, വാക്ക് തർക്കങ്ങളുണ്ടാകരുത്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകരുത്. ഇതൊന്നും നമ്മൾ തമ്മിൽ ഉണ്ടാകരുത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിൽ എത്ര പേർക്ക് ആഗ്രഹിക്കാനും ആ ആഗ്രഹം നിവൃത്തിയാക്കാൻ വേണ്ടി പ്രവർത്തിക്കാനും നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? ഇവിടെ നമ്മൾ തമ്മിൽ സഹോദരങ്ങളാണ്. എന്നിട്ട് അബ്രാഹാം ലോത്തിൻ്റെ മുമ്പിൽ ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. ഇതാ, ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇതാ, ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞ് പോവുക. വെറുതെ നീ പോകണ്ട, നിനക്കൊന്നും തന്നില്ല, അല്ലെങ്കിൽ നിനക്കൊന്നും അറിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അബ്രാഹാം പറഞ്ഞു, ഇടത് ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ, വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. ഇനി നിനക്ക് വലതു ഭാഗമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത് ഭാഗത്തേക്ക് പോയിക്കൊള്ളാം. ഇതാ, ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, എല്ലാം നീ ഒറ്റ നോട്ടത്തിൽ കാണുന്നുണ്ട്. നിനക്കിടത് ഭാഗമാണ് ഇഷ്ടമെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കൊള്ളുക, ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. ഇനി നിനക്ക് വലത് ഭാഗമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത് ഭാഗത്തേക്ക് പോയിക്കൊള്ളാം. ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിൽ ഉണ്ടല്ലോ, എന്നെ പിരിഞ്ഞ് പോവുക. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എത്ര മനോഹരമായ ഒരു വിധി തീർപ്പാണ്. പരാതി പറയാൻ ഒരു ഇടമില്ലാത്ത വിധി തീർപ്പ്. ആർക്കും ഒരു പരാതിയും പറയാനില്ല. ലോത്തിന് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പോകാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. കർത്താവ് സോദോമും ഗോമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. ഒരു പ്രശ്നവും ഇല്ലാതെ ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അബ്രാഹവും ലോത്തും പിരിഞ്ഞു. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള വിധി തീർപ്പ്. നമ്മുടെ ജീവിതത്തിൻ്റെ പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊക്കെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. സഹോദരങ്ങളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നുമെല്ലാം
നമ്മൾ ഒത്തിരിയേറെ പലപ്പോഴും സഹിക്കുന്നവരാണ്. പക്ഷേ അബ്രാഹാം എടുത്തതുപോലെ ഒരു തീരുമാനവും അബ്രാഹാം നടത്തിയതുപോലെ ഒരു വിധി തീർപ്പും നമ്മുടെ ജീവിതത്തിൽ നടത്താനും അത്തരത്തിലൊന്ന് സ്വീകരിക്കാനും പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. കാരണം എൻ്റേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, എൻ്റേതായ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഓരോ പ്രശ്നത്തിലും ഉണ്ടാകും. ആ വ്യക്തിപരമായ താല്പര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുവാനായിട്ട് പോകുന്നില്ല. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാഹത്തിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരയ്ക്കുമായി എന്നേക്കുമായി ഞാൻ നൽകും. ഈ ഒരു പിരിയൽ അതിനുശേഷം ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം, ഒരു ഉടമ്പടി അബ്രാഹവുമായിട്ട് ചെയ്യുകയാണ്. നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശം ഇത് നിനക്കും നിൻ്റെ സന്താന പരമ്പരയ്ക്കുമായി എന്നേക്കും ഞാനിത് നൽകാനിരിക്കുന്നു. ലോത്തുമായി പിരിഞ്ഞതിന് ശേഷം ദൈവം നൽകിയ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വലിയ നഷ്ടം വരുത്തി, വലിയ വിട്ടുവീഴ്ച ചെയ്ത്, വലിയ ക്ഷതമേറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒത്തുതീർപ്പിൽ എത്തിയെങ്കിൽ, നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി വലിയ വിട്ടുവീഴ്ചകൾ വളരെ സാരമായ തരത്തിൽ നമ്മുടെ അന്തസ്സത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ വരാനിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം എന്ന് നമ്മൾ ഓർക്കണം. ലോത്തിൽ നിന്ന് അബ്രാഹാം വേർപെട്ടതിന് ശേഷമാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശം മുഴുവനും നിനക്കും നിൻ്റെ സന്തതികൾക്കുമായി എന്നേക്കുമായി ഞാൻ തരാൻ പോകുന്ന പ്രദേശമാണ്. അതാണ് അതിനുശേഷം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്, ദൈവത്തിൽ നിന്നും അബ്രാഹത്തിന് കിട്ടിയ മനോഹരമായ വാഗ്ദാനം, ആ ഉടമ്പടി. കർത്താവിന് ഒന്നും അസാധ്യമല്ല. കർത്താവ് ഒന്നിൻ്റെയും മുമ്പിൽ നിസ്സഹായനുമല്ല. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ സമർത്ഥമായ അനുഗ്രഹം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അബ്രാഹാം തൻ്റെ ജീവിതത്തിൽ എത്രയോ മനോഹരമായിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത് എന്ന് നോക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അനുഗ്രഹം നിശ്ചയമായും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, വഴക്കുകൾ തീർക്കുന്നതിന് ഒരു വലിയ വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ തുറന്നു വയ്ക്കുകയും അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ നടത്തുന്ന വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ ഈ വിട്ടുവീഴ്ച നടത്തുന്നത് മൂലം നമുക്കുണ്ടാകുന്ന വലിയ ഒരു നഷ്ടം അത് ദൈവം നിരത്തിത്തരും എന്നും വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് വചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കത്തക്ക വിധം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും മുമ്പിൽ ഞാൻ ഉത്തരം കണ്ടെത്തേണ്ടത് തമ്പുരാൻ്റെ വചനത്തിലാണ്. അവിടുത്തെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനുമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, അത് പ്രബോധനത്തിനാണ്. എനിക്കറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപാട് പ്രബോധനങ്ങൾ എനിക്ക് ഈ വചനത്തിലൂടെ ലഭിക്കാനുണ്ട്. അപ്പോൾ ഈ പ്രബോധനങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അബ്രാഹാം ഈ പ്രശ്നം പരിഹരിച്ചതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അബ്രാഹാം പരിഹരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്കവിധം ദൈവം വചനത്തിലൂടെ എന്നെ നയിക്കും. ദൈവത്തിൻ്റെ വചനം ശാസനത്തിനുള്ളതാണ്. ചിലപ്പോൾ എന്നെ ശാസിക്കുന്നതായിരിക്കും.
ദൈവം ശക്തമായ ഭാഷയിൽ ചിലപ്പോൾ എന്നോട് പറയുന്നതായിരിക്കും. അപ്പം അത് കേട്ട് ഞാൻ ഞെട്ടിത്തിരിക്കുകയല്ല വേണ്ടത്. വചനത്തോട് എനിക്കിഷ്ടമില്ലാതാവുകയല്ല വേണ്ടിയത്. എനിക്കിഷ്ടമില്ലാത്ത വചനമാണ്, പക്ഷേ അതിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എൻ്റെ തമ്പുരാൻ തൻ്റെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുമ്പോൾ ഈ വചനം ഞാൻ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കണം. അതെനിക്ക് ശാസനത്തിനുള്ളതാണ്, അതെന്നെ വഴക്കു പറയുന്നതാണ്, എൻ്റെ തെറ്റുകൾ തിരുത്തുന്നതാണ്. അതുകൊണ്ട് ഞാനത് കേൾക്കുമ്പോൾ ഞാൻ നിരാശനാവണ്ട, ഞാൻ വിഷമിക്കേണ്ട, ഞാൻ ദുഃഖിക്കേണ്ട. കാരണം ശാസനത്തിനായിട്ട് ദൈവം എനിക്ക് തന്നതാണ് ഈ വചനം. ചിലപ്പോൾ വചനം എൻ്റെ ജീവിതത്തിൽ തെറ്റ് തിരുത്താനായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് എനിക്കൊരു ബോധ്യം നൽകുന്നു. തിരുത്തണം ഞാൻ എന്ന് വചനം എന്നോട് പറയുകയാണ്. അപ്പോൾ തമ്പുരാൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റ് തിരുത്തലിനുമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം എനിക്കിഷ്ടമുള്ള എന്ത് വചനം ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിഷ്ടമുള്ള വചനം, എന്നെ അനുഗ്രഹിക്കുന്ന വചനം, എൻ്റെ നാളത്തെ ജീവിതം സമൃദ്ധമായിട്ട് എനിക്ക് അനുഗ്രഹമാണ് തരാനിരിക്കുന്നത് എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വചനം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും ഉള്ളതാണ് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് മുഴുവനും നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നതു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ആ തരത്തിലുള്ള അനുസരണത്തിൻ്റേതായിരുന്നു. പിന്നെ നമ്മൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നത് വലിയൊരു അനുസരണമാണ്. നീ നിൻ്റെ മകനെയും കൂട്ടി മോറിയ മലയിലേക്ക് പോയി അവനെ നീ എൻ്റെ ദഹനബലിയായി അർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രാഹാം ഒന്നും സംശയിച്ചില്ല. മകനോട് പോലും പറഞ്ഞില്ല, സാറായോട് പോലും പറഞ്ഞില്ല. അബ്രാഹാം അത് അനുസരിക്കുകയായിരുന്നു. അപ്പം ദൈവത്തെ അനുസരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇസഹാക്കിനെ പിടിച്ച് കയ്യും കാലും കെട്ടി ബലിയർപ്പിക്കുന്നതിന് അടുക്കി വച്ചിരിക്കുന്ന വിറകിൻ്റെ മുകളിൽ കിടത്തുന്ന സമയത്തും കത്തിയെടുക്കുന്ന സമയത്തും കുട്ടിയെ കൊല്ലരുത് എന്നൊരു വചനം സ്വർഗത്തിൽ നിന്ന് കേൾക്കും എന്ന് വിചാരിച്ചിട്ടല്ല അബ്രാഹാം അത് ചെയ്തത്. കുട്ടിയെ കൊല്ലാനായി തന്നെ തീരുമാനിച്ചു. ഈ കുട്ടിയുടെ ജീവിതം ഇവിടെ തീർന്നു എന്ന് വിചാരിച്ച് തന്നെയാണ് അബ്രാഹാം കത്തിയെടുത്തത്. പക്ഷേ ദൈവം പറഞ്ഞു, അരുത്, കുട്ടിയെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു. കാരണം അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, മരണതുല്യം ജീവിതത്തിൽ എന്തെല്ലാമൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അനുസരിക്കാനും കഴിയുമ്പോഴാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടിയ പോലെയുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തെ അബ്രാഹാം കർത്താവിനെ അനുഗമിച്ചതുപോലെ, അബ്രാഹാം ദൈവത്തെ അനുസരിച്ചതുപോലെ എൻ്റെ ജീവിതവും സമ്പൂർണ്ണ അനുസരണത്തിൻ്റെയും ദൈവത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കുന്നതിൻ്റെയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നടപടിക്രമങ്ങളും ആയിത്തീരുന്നതിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തും കൊണ്ടുള്ള ഒരു ജീവിതത്തിന് ഞാൻ തയ്യാറാകുമ്പോൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ പോലെ എൻ്റെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ലഭിക്കും. നമുക്ക് തമ്പുരാൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കാരണം നമുക്ക് നന്മയായത് മാത്രമാണ് ദൈവം അനുവദിച്ചു തരുന്നത്. കുട്ടിയെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു എങ്കിലും ദൈവം അതൊരു പരീക്ഷണം നടത്തുകയായിരുന്നു. അബ്രാഹത്തിന് ദോഷകരമായി ഒന്നും ദൈവം ചെയ്തില്ല. നമുക്കും ദോഷകരമായി ഒന്നും ദൈവം ചെയ്യുകയില്ല. പക്ഷേ അബ്രാഹാം ചില വിധി തീർപ്പുകൾ തൻ്റെ ജീവിതത്തിൽ നടത്തിയതുപോലെ വിധി തീർപ്പുകൾ നടത്താനും അനുഗ്രഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ദൈവം നിർബന്ധിക്കും. അങ്ങനെ ദൈവം വഴി നടത്തുന്ന ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പൂർവ്വപിതാക്കളിലും സഭവിശുദ്ധരെന്ന് വിളിക്കപ്പെട്ട വിശുദ്ധരുടെ ജീവിതത്തിലും ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.
അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ആ നന്മകളെ നമുക്ക് കണ്ടുപിടിക്കാം, അവരെയൊക്കെ നമുക്ക് മാതൃകയാക്കാം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അതുപോലത്തെ കൃപകൾ ലഭിക്കുക. ഈ അനുഗ്രഹം നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവതിരുമനസ്സ് നിറവേറ്റുന്നതിന് ഞങ്ങൾക്കുള്ള ആഗ്രഹത്തേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറ്. സമ്പൂർണ്ണമായും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളും ദൈവകരങ്ങളിൽ നിന്ന് എല്ലാ നന്മകളും സ്വീകരിക്കാൻ തക്കവിധം വലിയ കൃപയും സ്വർഗം തുറന്ന അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവതിരുമനസ്സിനോട് ചേർന്ന് നിൽക്കുവാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.